Example 6. Find the Fourier transform of the function f of x is equal to x if mod x less than 1 and 0 otherwise. ഇവിടെ എക്സ് ആണ്. ഈ എക്സ് വരുന്ന ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അത് സൈൻ ട്രാൻസ്ഫോമിലായാലും കൊസൈൻ ട്രാൻസ്ഫോമിലായാലും ജനറൽ ട്രാൻസ്ഫോമിലായാലും. എക്സ് ഇൻറ്റു സൈൻ, എക്സ് ഇൻറ്റു കോസ്, എക്സ് ഇൻറ്റു ഇ റൈസ് ടു എന്നൊക്കെ വന്നാൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഹോൾ റിയൽ ലൈൻ ഡിഫൈൻഡ് ആണ്. -1 നും 1 നും ഇടയ്ക്ക് എക്സ് ആണ്, ബാക്കിയുള്ളത് 0 ആണ്. f cap of w is equal to 1 by root of 2 pi into integral minus infinity to infinity f of x into e raised to negative iwx into dx equals 1 by root of 2 pi into നോൺ സീറോ വാല്യൂ വരുന്നത് മോഡ് എക്സ് ലെസ് ദാൻ 1 ലാണ് എന്ന് വെച്ചാൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ലാണ്. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ -1 to 1 എന്ന് വരും. ബാക്കി കളയാം. -1 to 1 അവിടെ എഫ് എക്സിന്റെ വാല്യൂ എക്സ് ആണ്. എക്സ് ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് iwx dx ഈക്വൽസ് 1 by root of 2 pi ഇൻറ്റു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഇ റൈസ് ടു നെഗറ്റീവ് iwx ഡിവൈഡഡ് ബൈ നെഗറ്റീവ് iw മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇവിടെ രണ്ടാമത് എഴുതിയ ആ ഇന്റഗ്രലിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു നെഗറ്റീവ് iwx നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഡിവൈഡഡ് ബൈ ഒരു നെഗറ്റീവ് iw കൂടെ വരും. നെഗറ്റീവ് iw സ്ക്വയർ എന്ന് വരും. ഇവിടെ 1 ആയി കോൺസ്റ്റന്റ് ആയി ഇവിടെ നിർത്താം. ഫ്രം -1 to 1 ഈക്വൽസ്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സ് ഇ റൈസ് ടു നെഗറ്റീവ് iwx ഡിവൈഡഡ് ബൈ നെഗറ്റീവ് എന്ന നെഗറ്റീവ് നമുക്ക് മേളിൽ എഴുതാം ബൈ iw. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നെഗറ്റീവ് 1 ബൈ നെഗറ്റീവ് i എന്നതിന് പകരം വേണേ ന്യൂമറേറ്ററിൽ i എന്ന് എഴുതാം. മൈനസ് ഇവിടെ മൈനസാ, ഇവിടെ ഈ താഴെ i സ്ക്വയർ w സ്ക്വയർ എന്ന് വരും. നെഗറ്റീവ് i w ദ ഹോൾ സ്ക്വയർ i സ്ക്വയർ w സ്ക്വയർ എന്ന് വരും. i സ്ക്വയർ -1 അപ്പൊ അത് -w സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ അല്ലാതെ ഒരു മൈനസ് ഉണ്ടല്ലോ, മൈനസ് ബൈ മൈനസ് നമുക്ക് പ്ലസ് അങ്ങ് എഴുതാം. പ്ലസ് ഇ റൈസ് ടു നെഗറ്റീവ് iwx ബൈ w സ്ക്വയർ. i സ്ക്വയർ -1 ആയിരുന്നു, i സ്ക്വയർ -1 ആണ്. അപ്പം -1 ബൈ -1 എന്നുള്ളത് പ്ലസ് ആയി. ഇനി ലിമിറ്റ് കൊടുക്കാം. ആദ്യം അപ്പർ ലിമിറ്റ് 1 കൊടുക്കുക. ശ്രദ്ധിച്ച് ചെയ്യണം. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ -1 ഇൻറ്റു എന്നാണ് വായിക്കുന്നത്. അതായത് മൈനസ് ഇ റൈസ് ടു -iw എക്സ് 1 ആയി ബൈ iw പ്ലസ് രണ്ടാമത്തെ ടൈമിലും 1 കൊടുക്കുന്നു. അപ്പോൾ ഇ റൈസ് ടു നെഗറ്റീവ് iw ബൈ w സ്ക്വയർ. ഇത്രയും അപ്പർ ലിമിറ്റ്. ഇനി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് -1 ആണ്. ബ്രാക്കറ്റ് കൊടുക്കുക. ആദ്യ ടൈമിലേക്ക് നമ്മൾ -1 കൊടുക്കുമ്പോൾ ഇവിടെ -1 എന്നാൽ അത് 1 ആവും. മുകളിൽ ഇ റൈസ് ടു നെഗറ്റീവ് iw ഇൻറ്റു -1 എന്നത് ഇ റൈസ് ടു iw എന്നാണ് ബൈ iw. ദെൻ പ്ലസ് ഇവിടെ എക്സിന് നമ്മൾ -1 കൊടുക്കുമ്പോൾ -iw ഇൻറ്റു -1 എന്നുള്ളത് ഇ റൈസ് ടു iw എന്നാണ് ബൈ w സ്ക്വയർ. ഇങ്ങനെ ഈക്വൽസ് 1 by root of 2 pi ഇൻറ്റു ഇതിൽ ഈ iw ഡിനോമിനേറ്റർ വരുന്ന രണ്ട് ടേം ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്നിച്ച് എഴുതാം. ഇത് രണ്ടും കൂടെ നമുക്ക് iw കോമൺ ആയിട്ട് എഴുതാം. ഡിനോമിനേറ്റർ രണ്ടും മൈനസിന്റെ ടേമാണ്. ഇത് നെഗറ്റീവാ, ഇവിടെ നെഗറ്റീവ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നെഗറ്റീവാണ്. അപ്പൊ നമുക്കത് ഇങ്ങനെ എഴുതാം. നെഗറ്റീവ് കോമൺ ആയിട്ട് മാറ്റാം. നെഗറ്റീവ് ഇ റൈസ് ടു -iw പ്ലസ് ഇവിടെ ഇ റൈസ് ടു iw ബൈ iw. ഇതുപോലെ അടുത്തത് w സ്ക്വയർ ഡിനോമിനേറ്റർ വരുന്ന രണ്ട് ടേം ഉണ്ട്. അതിലാദ്യം ഇത് പോസിറ്റീവ് ആണ്, ഇവിടെ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. ആദ്യത്തെ ഇത് പ്ലസ് ആണ്. അപ്പൊ പ്ലസ് ഇ റൈസ് ടു നെഗറ്റീവ് iw മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. ഇ റൈസ് ടു iw ഹോൾ ബൈ w സ്ക്വയർ എന്നത്. ഇവിടൊക്കെ നമ്മൾ ഈ ഒരുപോലെ iw രണ്ടിടത്തും ഒരുപോലെ അല്ലേ ഇയുടെ പവറിൽ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഡിഫറൻറ്റ് ആകുമ്പോഴാണ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇ റൈസ് ടു ഐ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ കോസ് ഡബ്ല്യു പ്ലസ് ഐ സൈൻ ഡബ്ല്യു ആണ്. ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ കോസ് ഡബ്ല്യു മൈനസ് ഐ സൈൻ ഡബ്ല്യു ആണ്. അപ്പൊ ഇവിടെ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതങ്ങ് ക്യാൻസൽ ആവും. 2 cos w എന്ന് വരും. 1 by root of 2 pi into negative 2 cos w by I w പ്ലസ് ഇവിടെ അവരെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാനാണ്. ഈ രണ്ടാമത്തേതിൽ നിന്ന് ആദ്യത്തെ സബ്ട്രാക്ട് ചെയ്യാനാണ്. ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യുവിൽ നിന്ന് ഇ റൈസ് ടു ഐ ഡബ്ല്യു സബ്ട്രാക്ട് ചെയ്യാനാണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ കോസ് ഡബ്ല്യു ക്യാൻസൽ ആയി പോകും. ബാക്കി മൈനസ് ഐ സൈൻ ഡബ്ല്യു മൈനസ് മുകളിലോട്ടാണ് കുറയ്ക്കേണ്ടത്, ഇതിൽ നിന്ന് ഇതാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മൈനസ് ഐ സൈൻ ഡബ്ല്യു മൈനസ് ഐ സൈൻ ഡബ്ല്യു എന്ന് വരും. അത് മൈനസ് 2i സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ ഈക്വൽസ് 1 by root of 2 pi ഇൻറ്റു നമുക്കിവിടെ ഈ മൈനസ് 1 by i മൈനസ് ഈ മൈനസ് 1 by i എന്നുള്ളതിന് i എന്നങ്ങ് എഴുതാം. അപ്പോൾ അത് 2i. ഇപ്പൊ രണ്ടും ഒരുപോലെ, ഇവിടെ 2i ഉണ്ടല്ലോ, ഇപ്പൊ രണ്ടിൽ നമുക്ക് 2i കോമൺ ആയിട്ട് മാറ്റാൻ പറ്റും. 2i cos w എന്ന് എഴുതാം. എപ്പോഴും ഓർക്കുക, നെഗറ്റീവ് 1 by i എന്ന് വെച്ചാൽ മൈനസ്, നെഗറ്റീവ് 1 by i എന്ന് വെച്ചാൽ i ആണ്. 1 by i എന്ന് വെച്ചാൽ നെഗറ്റീവ് i ആണ്. 1 by i യുടെ വാല്യൂ നെഗറ്റീവ് i ആണ്. അപ്പോൾ ഇത് 2i cos w by w ആണ്. മൈനസ് 2i sin w by w സ്ക്വയർ എന്ന് പറയും. അപ്പൊ ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമുക്ക് 2i പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1 by root 2 pi into 2i into ബാക്കി മുമ്പ് നമ്മൾ ചില പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുള്ള പോലെ രണ്ടിന്റെ ഡിനോമിനേറ്റർ w സ്ക്വയർ ആക്കിയാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമല്ലോ, കോമൺ ആയിട്ട് എഴുതാമല്ലോ. അപ്പൊ ഇവിടെയും കൂടെ w സ്ക്വയർ ആക്കാൻ ഒരു w കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 2 അവിടെ ഇല്ല, 2 നമ്മൾ ഇനി മാറ്റിയിരുന്നു, 2i മാറ്റിയിരുന്നു. ഒരു w കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബാക്കി cos w മാത്രം അവിടെ ഉള്ളത്, എൻ്റെ കൂടെ w കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ w cos w ബൈ w സ്ക്വയർ എന്നാവും. മൈനസ് ഇവിടെ സൈൻ w ബൈ w സ്ക്വയർ. 2i കോമൺ ആയിട്ട് എടുക്കും. ഇപ്പൊ ഇവിടെ 2ഉം റൂട്ട് 2ഉം കൂടെ ക്യാൻസൽ ആവും. ഇതിലെ റൂട്ട് 2ഉം ഇതിലെ 2ഉം കൂടെ ക്യാൻസൽ ആയി ബാക്കി ഒരു റൂട്ട് 2 മുകളിൽ വരും. അപ്പോൾ റൂട്ട് 2 ബൈ റൂട്ട് പൈ എന്ന് വരും. അത് നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് 2 ബൈ പൈ. കൂടാതെ ഇൻറ്റു ഒരു ഐ ഉണ്ട്, ഐ ഇൻറ്റു ബ്രാക്കറ്റിൽ w cos w മൈനസ് സൈൻ w ഡിവൈഡഡ് ബൈ w സ്ക്വയർ. ഇതാണ് അതിന്റെ ആൻസർ. റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു ഐ ഇൻറ്റു w cos w മൈനസ് സൈൻ w all divided by w square. Next example 7. Find the Fourier transform for the function f of x equals, മുമ്പേ നമ്മൾ x ആയിരുന്നെങ്കിൽ ഇവിടെ വീണ്ടും mod x ആണ്. അപ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. mod x if -1 less than x less than 1. അത് കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെയാണ്, -1 less than x less than 1 and 0 otherwise. പക്ഷെ ഫംഗ്ഷൻ mod x ആണ്. മോഡ് വരുമ്പോൾ ഇന്റഗ്രേഷനെ ഒക്കെ സ്പ്ലിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. f cap of w is equal to 1 by root of 2 pi integral minus infinity to infinity f of x into e raised to negative I w x into dx. അതിൽ നമുക്ക് നോൺ സീറോ വാല്യൂ വരുന്നത് -x less than x less than 1 അവിടെ mod x എന്നാണ് വാല്യൂ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 by root of 2 pi into ഇന്റഗ്രൽ നമുക്ക് -1 to 1 എന്നാക്കാം, ബാക്കി ഭാഗം 0 ആണ്. അപ്പോൾ എഫ് എക്സിന്റെ വാല്യൂ mod x എന്നാ, mod x ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ്. മോഡിലെസ് ഇട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മളിത് 0 വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. mod x എന്ന് പറഞ്ഞാൽ mod x is equal to x ആണ്, x ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ, മൈനസ് x ആണ് x ലെസ് ദാൻ 0 ആകുമ്പോൾ. അപ്പൊ 0 വെച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം, രണ്ട് ഇന്റഗ്രൽ ആക്കണം. ഇന്റഗ്രൽ -1 to 0. -1 to 0 എന്ന് പറഞ്ഞാൽ x ലെസ് ദാൻ 0 ആകുന്ന കേസാ. അപ്പോൾ mod x എന്ന് പറയുന്നത് -x ആണ്. മൈനസ് x എന്ന് കൊടുക്കണം. -x e റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു എക്സ് ഡി എക്സ് പ്ലസ് ബാക്കി ഇന്റഗ്രൽ 0 to 1. 0 to 1 എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ 0 ആണ്, അവിടെ mod x ന്റെ വാല്യൂ x ആണ്. x e റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് ഡി എക്സ്
ഇവിടെ കുറച്ചുകൂടെ ഏറെ ചെയ്യാനുണ്ട്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. രണ്ട് ഇന്റഗ്രൽ ഈക്വൽസ് 1/√2π ഇൻറ്റു ഇവിടെ -x ഫസ്റ്റ് ഫംഗ്ഷൻ -x ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് -iwx ബൈ -iw മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 ഇൻറ്റു -e⁻−iwx ബൈ -iwന്റെ ഇന്റഗ്രൽ e⁻−iwx ബൈ -iw ഇൻറ്റു -iw എന്ന് വരും, -iwന്റെ സ്ക്വയർ. അതിന് ലിമിറ്റ് -1 to 0. ദെൻ ഈ 1/√2π മൊത്തത്തിനും കോമൺ ആണ്, രണ്ട് ഇന്റഗ്രലിനും കൂടെ കോമൺ ആണ്. ഇവിടെ ഒരു വലിയ ബ്രാക്കറ്റ് കൊടുക്കണം. ദെൻ പ്ലസ് ഇതേപോലെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് e⁻−iwx ബൈ -iw മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഈ ഫാക്ടറിന്റെ ഇന്റഗ്രൽ e⁻−iwx ബൈ -iw സ്ക്വയർ. അതിന് ലിമിറ്റ് 0 to 1. എന്നിട്ട് ഈ വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. രണ്ട് ഇന്റഗ്രലും ആ രണ്ട് ഭാഗവും ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇവിടെ ഈ മൈനസ് ബൈ മൈനസ് അങ്ങ് പോകും, താഴെ -iwയിലും മൈനസ് ഉണ്ടല്ലോ, അതങ്ങ് പോകും. എക്സ് e⁻−iwx ബൈ iw. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പക്ഷെ താഴെ i² വരും. i² -1 ആണ്. അപ്പൊ പ്ലസ് ബൈ -1 അഗെയിൻ മൈനസ് ആ വരുന്നത്. മൈനസ് e⁻−iwx ബൈ w². ഇതിന് ലിമിറ്റ് -1 to 0. ഇവിടെ ബ്രാക്കറ്റ്. ദെൻ പ്ലസ് ഈ പ്ലസ് രണ്ടാമത്തതുപോലെ സിംപ്ലിഫൈ ചെയ്യുക. ബ്രാക്കറ്റ് ഇവിടെ പോസിറ്റീവ് ബൈ നെഗറ്റീവ് എന്നാണ് വരുന്നത്, മൈനസ് എഴുതാം. -x e⁻−iwx ബൈ iw. ഇവിടെ മൈനസ് ആണ്, താഴെ i²ലും മൈനസ് വരും, -1 വരും. മൈനസ് ബൈ മൈനസ് പ്ലസ് ആണ്. പ്ലസ് e⁻−iwx ബൈ w². അത് 0 to 1. വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇനി നമുക്ക് ഓരോന്നിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം ഇതിലെ അപ്പർ ലിമിറ്റ് 0 ഇട്ട് കൊടുക്കുന്നു. 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ x നിൽക്കുന്നത് കൊണ്ട് 0 ഇൻറ്റു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ വാല്യൂ 0 മൈനസ് ഇവിടെ e⁻0 എന്നാണ് വരുന്നത്, 1 ആണ് വരുന്നത്. അത് 1 ബൈ w². ഇത്രയാണ് അപ്പർ ലിമിറ്റ്. ദെൻ മൈനസ് ഇനി ലോവർ ലിമിറ്റ് -1 ആണ് കൊടുക്കുന്നത്. ഇതിലേക്ക് -1 കൊടുക്കുമ്പോൾ ഇവിടെ വായിക്കുന്നത് -1 ഇൻറ്റു എന്നാണ്. എന്നുവെച്ചാൽ മൈനസ് e⁻−iw ഇൻറ്റു -1 എന്നുള്ളത് iw ആകും ബൈ iw. ദെൻ മൈനസ് ഇതിലേക്ക് ഇതുപോലെ എക്സിന് -1 കൊടുക്കുമ്പോൾ e⁻−iw ഇൻറ്റു -1 എന്നുള്ളത് e⁻iw ആകും ബൈ w². ആദ്യത്തെ ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടു. ഇനി രണ്ടാമത്തത് ഇതുപോലെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. പ്ലസ് കൊടുക്കുക, ബ്രാക്കറ്റ് കൊടുക്കാം. എക്സിന് 1 ആണ് കൊടുക്കേണ്ടത്, അപ്പർ ലിമിറ്റ് ഇവിടെ 1 ആണ്. എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ -1 എന്നാണ് വായിക്കുന്നത്. സോ മൈനസ് e⁻−iw ഇൻറ്റു 1 എന്നാണ്. അത് -iw ബൈ iw. ദെൻ ഇവിടെ പ്ലസ് ആണ്. പ്ലസ് e⁻−iw ഇൻറ്റു 1 ബൈ w². ഇത്രയും അപ്പർ ലിമിറ്റ്. മൈനസ് ഇനി ലോവർ ലിമിറ്റ് 0 ഇട്ട് കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ ഇവിടെ -x നിൽക്കുന്നത് കൊണ്ട് 0 ഇൻറ്റു എന്നാണ് വായിക്കുന്നത്. അത് 0 ആകും. പ്ലസ് രണ്ടാമത്തെ ഫാക്ടറിൽ ഇതിലേക്ക് 0 കൊടുക്കുമ്പോൾ e⁻0 1 ആകും, 1 ബൈ w². ഈക്വൽസ് 1/√2π ഇൻറ്റു ഈ നെഗറ്റീവ് 1/w² രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ മൈനസ് ആണ്, -1/w² ആണ്. അത് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് -2/w² എന്ന് എഴുതാം. പിന്നെ ഈ iw ഡിനോമിനേറ്ററിൽ വരുന്ന രണ്ട് ടേം ഉണ്ട്. മുമ്പത്തെ പ്രോബ്ലത്തിലെ പോലെ നമുക്കത് ഗ്രൂപ്പ് ചെയ്യാം.
ഇത് രണ്ടും കൂടെ. ഇത് മൈനസ് മൈനസ് ആണ്, അത് പ്ലസ് ആണ്. പ്ലസ് ഇ റൈസ് ടു ഐ ഡബ്ല്യു എന്നാണ്, പോസിറ്റീവ് ഐ ഡബ്ല്യു ആണ്. ഇ റൈസ് ടു ഐ ഡബ്ല്യു. ഇവിടെ വരുന്നത് മൈനസ് ആണ്, മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു ബൈ ഹോൾ ബൈ ഐ ഡബ്ല്യു. ഇതുപോലെ ഡബ്ല്യു സ്ക്വയർ ഡിനോമിനേറ്റർ വരുന്ന ടേമുകളെ ഗ്രൂപ്പ് ചെയ്യാം. ഡബ്ല്യു സ്ക്വയർ, ബാക്കി ഡബ്ല്യു സ്ക്വയർ വരുന്ന രണ്ട് ടേമുകളുണ്ട്. ആദ്യത്തേത് ഇത് മൈനസ് മൈനസ് പ്ലസ് ആണ്, ഇ റൈസ് ടു ഐ ഡബ്ല്യു എന്നാണ്. ദെൻ ഇവിടെ പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആണ് വരുന്നത്, പോസിറ്റീവ് ആണ്, അത് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു. അപ്പോൾ പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ. ഇത്രയാണുള്ളത്. ഈക്വൽസ് 1 by root of 2 pi into minus 2 by w square plus e raised to I w എന്ന് പറയുന്നത് cos w plus I sin w. e raised to minus I w cos w minus I sin w. അവരുടെ ഡിഫറൻസ് ഇത് കുറയ്ക്കാനാണ്. ഇ റൈസ് ടു ഐ ഡബ്ല്യുവിൽ നിന്ന് ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു കുറയ്ക്കാനാണ്, സബ്ട്രാക്ട് ചെയ്യാനാണ്. കുറയ്ക്കുമ്പോൾ കോസ് ഡബ്ല്യു ക്യാൻസൽ ആയി പോകും. ഐ സൈൻ ഡബ്ല്യു മൈനസ് മൈനസ് ഐ സൈൻ ഡബ്ല്യു എന്നാണ്, മൈനസ് മൈനസ് പ്ലസ് ആകും. അങ്ങനെ 2i സൈൻ ഡബ്ല്യു വരും. 2i സൈൻ ഡബ്ല്യു ബൈ ഐ ഡബ്ല്യു പ്ലസ് അടുത്തത് ഇത് തമ്മിൽ ആഡ് ചെയ്യാനാ. ഇ റൈസ് ടു ഐ ഡബ്ല്യുവും ഇ റൈസ് ടു മൈനസ് ഐ ഡബ്ല്യു ഇവരെ തമ്മിൽ ആഡ് ചെയ്യാനാ. ആഡ് ചെയ്യുമ്പോൾ ഈ മൈനസ് ഐ സൈൻ ഡബ്ല്യു പ്ലസ് ഐ സൈൻ ഡബ്ല്യു മൈനസ് ഐ സൈൻ ഡബ്ല്യു ക്യാൻസൽ ആവും. കോസ് ഡബ്ല്യു പ്ലസ് കോസ് ഡബ്ല്യു 2 കോസ് ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ. ഇവിടെ ഈ ഐ എം ക്യാൻസൽ ആയി പോകും. ബാക്കി 1 by root of 2 pi into minus 2 by w square പ്ലസ് ഇവിടെയും കൂടെ നമുക്ക് ഡബ്ല്യു സ്ക്വയർ ആക്കാം. മുകളിൽ ഒരു ഡബ്ല്യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2w സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ പ്ലസ് 2 കോസ് ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരുപോലായി. ന്യൂമറേറ്ററിലെല്ലാം 2 ഉണ്ട്, അത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ വരും 1 by root of 2 pi into 2 into ഡിനോമിനേറ്റർ എല്ലാം കൂടെ ഒന്നിച്ചെഴുതാം ഡബ്ല്യു സ്ക്വയർ. ഇവിടെ പിന്നെ മൈനസ് 1 2 പുറത്തെടുത്തു പ്ലസ് ഇവിടെ ഡബ്ല്യു സൈൻ ഡബ്ല്യു ഇവിടെ കോസ് ഡബ്ല്യു മൂന്നാമത്തെ ടൈം ഈക്വൽസ് 2 റൂട്ട് കൂടെ ക്യാൻസൽ ആയി റൂട്ട് 2 ആകുന്നു. റൂട്ട് 2 ബൈ റൂട്ട് പൈ എന്നുള്ളത് റൂട്ട് ഓഫ് 2 ബൈ പൈ എന്നാകും. റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു നമുക്ക് പോസിറ്റീവ് ടൈം ആദ്യം എഴുതാം. കോസ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു സൈൻ ഡബ്ല്യു മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡബ്ല്യു സ്ക്വയർ. അതാണ് അതിന്റെ ആൻസർ.